നമസ്കാരം. എക്സാം മാജിക്സിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മളുടെ ടോപ്പിക്ക് നോബൽ പ്രൈസ് ആണ്. നോബൽ പ്രൈസ് ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. നമ്മുടെ RRB NTPCയിൽ കറണ്ട് അഫയേഴ്സിൽ 2020 നോബൽ പ്രൈസ് വിന്നേഴ്സിനെ ചോദിച്ചേക്കാം. അപ്പോൾ അതിൻ്റെ കുറച്ചൊരു ഹിസ്റ്ററിയും കൂടി അറിഞ്ഞിട്ട് നമുക്ക് 2020 അതായത് കറണ്ട് അഫയേഴ്സ് ആയിട്ടുള്ള ഏറ്റവും പുതിയ വിന്നേഴ്സിനെ കൂടി നമുക്ക് ഡിസ്കസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഡയറക്റ്റ് ക്ലാസ്സിലേക്ക് കടക്കാം. അപ്പോൾ നോബൽ പ്രൈസ് എപ്പോഴാണ് നോബൽ പ്രൈസ് ഏർപ്പെടുത്തിയത്? 1896 മുതലാണ് നോബൽ പ്രൈസ് ഏർപ്പെടുത്തിയത്. 1896 എന്താണ് ഇതിൻ്റെ കാരണം? 1896 നമ്മളുടെ ശാസ്ത്രജ്ഞനായ ആൽഫ്രഡ് നോബലിൻ്റെ സ്മരണാർത്ഥമാണ് 1833 മുതൽ 1896 വരെയാണ് ആൽഫ്രഡ് നോബലിൻ്റെ കാലഘട്ടം എന്ന് പറയുന്നത്. ആൽഫ്രഡ് നോബലിൻ്റെ സ്മരണാർത്ഥമാണ് 1896 നോബൽ പ്രൈസ് ഏർപ്പെടുത്തിയത്. ബട്ട് ഇത് നൽകി തുടങ്ങിയത് 1901 മുതലാണ്. ആദ്യമായിട്ട് നൽകി തുടങ്ങിയത് എത്രയാണ്? 1901 മുതൽ. ആൽഫ്രഡ് നോബലിൻ്റെ പ്രശസ്തമായ ഒരു കണ്ടുപിടുത്തമുണ്ട്. എന്താണത്? ഡൈനാമൈറ്റ്. നമുക്കറിയുന്നതാണ്. ഡൈനാമൈറ്റ് ആണ് ഒരു സ്ഫോടക വസ്തുവാണ്. 1866 അദ്ദേഹം അത് കണ്ടുപിടിക്കുന്നത്. 1866. അപ്പോൾ ഈ ഡൈനാമൈറ്റ് കണ്ടുപിടിച്ചിട്ട് കുറേ ആൾക്കാർ അത് നെഗറ്റീവായിട്ട് യൂസ് ചെയ്യാൻ തുടങ്ങി. ഇതിന് യുദ്ധത്തിനും ആൾക്കാരെ കൊല്ലാനും ഒക്കെ ആയിട്ട് ഉപയോഗിക്കാൻ തുടങ്ങിയതിന് ശേഷമാണ് ഡൈനാമൈറ്റ് ഈ ആൽഫ്രഡ് നോബൽ ഇങ്ങനെ ഒരു പ്രൈസിലേക്ക് അതിൻ്റെ റോയൽറ്റി തുകയും കൊണ്ട് നോബൽ പ്രൈസ് എന്നൊരു സമ്മാനം കൊടുക്കാൻ തുടങ്ങി. എല്ലാ മേഖലയിലും ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ആൾക്കാർക്ക് ഒരു സമ്മാനം. അപ്പോൾ ഈ നോബൽ പ്രൈസിൻ്റെ പ്രൈസ് മണി എത്രയാണെന്ന് നമുക്കറിയാം. എത്രയാണ്? 6.5 കോടി ഇന്ത്യൻ രൂപയാണ് നോബൽ പ്രൈസിൻ്റെ പ്രൈസ് മണി. അത് മാക്സിമം 3 പേർക്ക് വരെ ഷെയർ ചെയ്യാം. 3 പേർക്ക് വരെ ഷെയർ ചെയ്യാം. ഇതുവരെ ഷെയർ ചെയ്യാത്തത് ലിറ്ററേച്ചറിനുള്ള ഇത് മാത്രമേ ഷെയർ ചെയ്യാതെ ഉള്ളൂ. ബാക്കിയെല്ലാം ഷെയർ ചെയ്യാറുണ്ട്. ദെൻ ഇത് കൊടുക്കുന്നത് സമാധാനം അല്ലെങ്കിൽ പീസിനുള്ള നോബൽ നൽകുന്നത് എവിടെ വെച്ചിട്ടാണ്? ഓസ്ലോയിൽ വെച്ചിട്ടാണ്. ഓസ്ലോ, നോർവേയിലുള്ള ഓസ്ലോയിൽ വെച്ചിട്ടാണ് സമാധാനത്തിനുള്ള നോബൽ കൊടുക്കുക. ബാക്കിയുള്ള 5 മേഖല ടോട്ടൽ 6 ബാക്കിയുള്ള 5 എവിടെ വെച്ചിട്ടാണ് കൊടുക്കുന്നത്? സ്റ്റോക്ക്ഹോമാണ്. സ്റ്റോക്ക്ഹോമിൽ വെച്ചിട്ടാണ് ബാക്കിയുള്ള 5 നോബലും കൊടുക്കുന്നത്. അതെവിടെയാണ്? സ്റ്റോക്ക്ഹോം, സ്വീഡനാണ്. സ്വീഡനാണ്. അപ്പോൾ ആദ്യം 1901 നോബൽ പ്രൈസ് കൊടുക്കാൻ തുടങ്ങിയത് എന്ന് ഞാൻ പറഞ്ഞു അല്ലേ. അപ്പോൾ 1901 എത്ര മേഖലയിൽ കൊടുത്തിരുന്നു? 1901 5 മേഖലയിലായിരുന്നു നോബൽ പ്രൈസ് ഉണ്ടായിരുന്നത്. ഏതൊക്കെയാണ് ആ മേഖല? ഫിസിക്സ്, ദെൻ കെമിസ്ട്രി, പീസ്, ലിറ്ററേച്ചർ, ദെൻ മെഡിസിൻ. പിന്നെ ഇപ്പോഴാണെങ്കിൽ എത്ര എണ്ണം കൊടുക്കുന്നുണ്ട്? 6 കൊടുക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ 6ാമത്തത് ഏതാണ്? എക്കണോമിക്സ് ആണ്. എക്കണോമിക്സിന് നോബൽ ഏർപ്പെടുത്തിയത് എപ്പോഴാണ്? 1901 പകരം 1969 സ്വിറ്റ്സർലൻഡിലെ റിക്സ് ബാങ്ക് ആണ് എന്ത് കൊടുത്തത്? എക്കണോമിക്സിനും കൂടി ഒരു നോബൽ പ്രൈസ് ഏർപ്പെടുത്തിയത്. കഴിഞ്ഞ വർഷം 2019 നമ്മൾ ഇന്ത്യക്കാരനായ അഭിജിത്ത് ബാനർജിയൊക്കെ വോൺ ചെയ്ത എക്കണോമിക്സിനുള്ള നോബലാണ്. ഇതിനു മുമ്പ് ഇന്ത്യക്കാരനാരായിരുന്നു വോൺ ചെയ്തത്? നമ്മൾ വഴിയെ പഠിക്കും. ആരായിരുന്നു മുമ്പ് വോൺ ചെയ്തത്? അമർത്യ സെൻ ആയിരുന്നു. അപ്പോൾ അതെല്ലാം നമ്മൾ പഠിക്കേണ്ടതാണ്. 1969 മുതലാണ് എക്കണോമിക്സിന് നോബൽ പ്രൈസ് ആദ്യമായിട്ട് കൊടുക്കുന്നത്. ഇത് എപ്പോഴാണ് ഇത് നൽകുന്നത്? നോബൽ പ്രൈസ് എല്ലാ വർഷവും ഒക്ടോബറിലാണ് നോബൽ പ്രൈസ് അനൗൺസ് ചെയ്യുന്നത്. ആർക്കെല്ലാമാണ് നോബൽ പ്രൈസ് എന്ന് അനൗൺസ് ചെയ്യുന്നത്? ഒക്ടോബറിലും. നൽകുന്നത് ഡിസംബർ 10-നുമാണ്. ഈ ഡിസംബർ 10-ന് ഒരു പ്രത്യേകതയുണ്ട്. എന്താണ്? 1896 ഡിസംബർ 10-നാണ് നോബൽ അന്തരിക്കുന്നത്. നമ്മളുടെ ആൽഫ്രഡ് നോബൽ അന്തരിക്കുന്നത് എപ്പോഴാണ്? 1896 ഡിസംബർ 10-നാണ്. അതുകൊണ്ടാണ് ഡിസംബർ 10-ന് നോബൽ പ്രൈസ് കൊടുക്കുന്നത്. ഇത്രയാണ് ബേസിക് ഹിസ്റ്ററി. ഇനി നമുക്ക് നോക്കാനുള്ളത് ആദ്യമായിട്ട് 1901 ഫസ്റ്റ് കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ 1960 എക്കണോമിക്സ് ഫസ്റ്റ് കൊടുക്കുമ്പോൾ ആദ്യമായിട്ട് വോൺ ചെയ്തത് ആരൊക്കെയാണ് എന്നുള്ളതാണ് നെക്സ്റ്റ് ഒരു ടോപ്പിക്. അപ്പോൾ ആദ്യമായിട്ട് ഫിസിക്സ് ആണ്. ഫിസിക്സിന് ആദ്യമായിട്ട് വോൺ ചെയ്തത് ആരാണ്? റോൺജൻ ആണ്. വില്യം റോൺജൻ. ആരാണ് ഈ വില്യം റോൺജൻ?
എക്സ്റേ കണ്ടുപിടിച്ചാൽ അല്ലേ, നമുക്കറിയാം എന്താ ഫിസിക്സിലെ എക്സ്റേ എന്നൊരു പുതിയൊരു കണം കണ്ടുപിടിച്ചതിനാണ് എന്തിന് വില്യം റോൺജന് ആദ്യമായിട്ട് എന്ത് കിട്ടുന്നത്, നോബൽ പ്രൈസ് കിട്ടുന്നത് 1901. ദെൻ കെമിസ്ട്രിക്ക് ആദ്യമായിട്ട് നോബൽ പ്രൈസ് ലഭിക്കുന്നത് ജേക്കബ് ഹെൻറിച്ച് വാങ്കോഫിനാണ് ആദ്യമായിട്ട് കെമിസ്ട്രിയിൽ ഒരു നോബൽ പ്രൈസ് കിട്ടുന്നത്. ദെൻ പീസ്, സമാധാനത്തിന് 2 പേർക്കാണ് ആദ്യമായിട്ട് ലഭിച്ചത്. ഒന്ന് നമ്മുടെ റെഡ് ക്രോസിന്റെ സ്ഥാപകനായ ഹെൻറി ഡ്യൂനറ്റ്, പിന്നെ ഫെഡറിക് പാസി. റെഡ് ക്രോസ് സ്ഥാപകനായ ഹെൻറി ഡ്യൂനറ്റിനും പിന്നെ ഫെഡറിക് പാസിക്കുമാണ് എന്ത് കിട്ടുന്നത്, ആദ്യമായിട്ട് സമാധാനത്തിനുള്ള നോബൽ പ്രൈസ് കിട്ടുന്നത്. ദെൻ ലിറ്ററേച്ചർ, സാഹിത്യ നോബൽ ആദ്യമായിട്ട് കിട്ടിയത് സള്ളി പ്രിതോം. ഈ സള്ളി പ്രിതോം മുമ്പ് ചോദിച്ചിട്ട് ഒരു ചോദ്യമാണ്, PQ ആണ്. ഓക്കെ, സള്ളി പ്രിതോമിനാണ് ആദ്യമായിട്ട് ലിറ്ററേച്ചറിന് എന്താ കിട്ടുന്നത്, നോബൽ പ്രൈസ് കിട്ടുന്നത്. ദെൻ മെഡിസിൻ ആദ്യമായിട്ട് എമിൻ റിംഗ് ബെറിംഗിനാണ് ആദ്യമായിട്ട് എന്തില് വൈദ്യശാസ്ത്ര നോവൽ കിട്ടുന്നത്. ആർക്കാണ്? എമിൻ റിംഗ് ബെറിനാണ്. ഓക്കെ, എമിൻ റിംഗ് ബെറിനാണ് ആദ്യമായിട്ട് വൈദ്യശാസ്ത്ര നോബല് കിട്ടുന്നത്. പിന്നെ ഉള്ളത് എക്കണോമിക്സ് ആണ്. എക്കണോമിക്സ് 1969 മുതലാണ്. അത് ആദ്യമായിട്ട് കിട്ടിയത് റാഗ്നർ ഫിഷർ, ജോൺ ടിൻബെറിൻ. ഓക്കെ, ജോൺ ടിൻബെറിനാണ് ആദ്യമായിട്ട് എന്ത് കിട്ടുന്നത്, എക്കണോമിക്സിനുള്ള നോബൽ പ്രൈസും കൂടി കിട്ടുന്നത്. അപ്പോൾ ഇത്രയാണ് നമ്മളുടെ ആദ്യമായിട്ട് വോൺ ചെയ്തത്. ആരൊക്കെയാണ്? വില്യം റോൺജൻ, ജേക്കബ് ഹെൻറി വാങ്കേജ് കെമിസ്ട്രി ആൻഡ് അതാണ് കെമിസ്ട്രി കിട്ടി. പീസിനാണെങ്കിൽ ഹെൻറി ഡ്യൂനറ്റും ഫെഡറിക് പാസി. ലിറ്ററേച്ചർ സള്ളി പ്രിതോം. മെഡിസിൻ എമിൽ റിംഗ് ബെറിംഗ് ആൻഡ് എക്കണോമിക്സ് റാഗർ. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മളുടെ കുറച്ച് അവാർഡുകൾ നോബൽ എന്നറിയപ്പെടാറുണ്ട്. അതിനെ പറ്റിയിട്ടാണ് ഞാൻ കുറച്ച് പേരുകൾ എഴുതിയിട്ടുണ്ട്. അതിന് ഏതൊക്കെയാണ് എന്നുള്ളതാണ് നെക്സ്റ്റ്. അപ്പോൾ നമുക്കറിയാം ബദൽ നോബൽ എന്നറിയപ്പെടുന്നത് റൈറ്റ് ലൈവ്ലിഹുഡ് അവാർഡാണ്. റൈറ്റ് ലൈവ്ലിഹുഡ് അവാർഡാണ് ബദൽ നോവൽ എന്നറിയപ്പെടുന്നത്. ഇത് നൽകുന്നത് ഡിസംബർ 9-നാണ്. നമുക്കറിയാം ഡിസംബർ 10-നാണ് നമ്മളുടെ നോബൽ പ്രൈസ് നൽകുന്നത്. അപ്പോൾ ബദലായിട്ട് ഒരു നോബൽ പ്രൈസ് നൽകുന്നത് എപ്പോഴാണ്? ബദൽ നോവൽ റൈറ്റ് ലൈവ്ലിഹുഡ് അവാർഡാണ്. അത് നൽകുന്നത് ഡിസംബർ 9-നാണ്. ഓക്കെ, ദെൻ ഇന്ത്യൻ നോബൽ ഏതാണ്? ഇന്ത്യൻ നോബൽ എന്നറിയപ്പെടുന്നത് ഭട്നഗർ പുരസ്കാരമാണ്. ഓക്കെ, ഭട്നഗർ പുരസ്കാരമാണ് ഇന്ത്യൻ നോബൽ എന്ന് അറിയപ്പെടുന്നത്. ഇനി ഏഷ്യൻ നോബൽ ഏതാണ്? മാക്സസെ അവാർഡാണ്. രമൺ മാക്സസെ അവാർഡ് ആരാണ് ഏർപ്പെടുത്തിയത്? മാക്സസെ അവാർഡ് നൽകുന്നത് ഫിലിപ്പീൻസ് ആണ് മാക്സസെ അവാർഡ് നൽകുന്നത്. ഏഷ്യൻ നോബൽ എന്നറിയപ്പെടുന്നത് മാക്സസെ അവാർഡാണ്. ദെൻ അമേരിക്കൻ നോബൽ എന്നറിയപ്പെടുന്നത് ഏതാണ്? ലാസ്കർ പുരസ്കാരമാണ്. ലാസ്കർ പ്രൈസ് ആണ് അമേരിക്കൻ നോബൽ എന്ന് അറിയപ്പെടുന്നത്. ദെൻ ഇസ്രായേലിന്റെ നോബൽ എന്നറിയപ്പെടുന്നത് എന്താണ്? വൂൾഫ് പുരസ്കാരം. വൂൾഫ് പ്രൈസ് ആണ് എന്ത്? ഇസ്രായേൽ നോബൽ എന്നറിയപ്പെടുന്നത്. ദെൻ മ്യൂസിക്, സംഗീതത്തിലെ നോബൽ എന്നറിയപ്പെടുന്നത് പോളാർ മ്യൂസിക് പ്രൈസ് ആണ്. ഓക്കെ, പോളാർ മ്യൂസിക് പ്രൈസ്. അപ്പോൾ ഒരു ഡൗട്ട് നമുക്ക് വരാം, ഓപ്ഷനിൽ എന്തായാലും ഗ്രാമി ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഗ്രാമി എന്താണ്? സംഗീതത്തിലെ എന്താണ് ഗ്രാമി എന്ന് പറയുന്നത്? നോബൽ അല്ല, പകരം ഓസ്കാർ ആണ്. മ്യൂസിക്കിലെ ഓസ്കാർ ആണ് എന്ത്? ഗ്രാമി അവാർഡ് എന്ന് പറയുന്നത്. മാറിപ്പോകരുത്, ഇമ്പോർട്ടൻ്റ് ആണ്. അത് എന്തായാലും തെറ്റാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് മ്യൂസിക്കിലെ നോബൽ എന്താണ്? പോളാർ മ്യൂസിക് പ്രൈസ് ആണ്. മ്യൂസിക്കിലെ ഓസ്കാർ ആണ് എന്ത്? ഗ്രാമി അവാർഡ്സ്. ഓക്കെ, ദെൻ കുട്ടികളുടെ നോബൽ എന്നറിയപ്പെടുന്നത് എന്താണ്? യുനെസ്കോ പീസ് പ്രൈസ് ആണ്. യുനെസ്കോ പീസ് പ്രൈസ് ആർക്കാണ് ഇപ്പോൾ ലാസ്റ്റ് 2019 വോൺ ചെയ്ത ആരാണ്? ഗ്രേറ്റ തുംബർഗ്. നമുക്കറിയാവുന്ന ഒരു പേരാണ്. ഗ്രേറ്റ തുംബർഗ് ആണ് എന്ത് ലാസ്റ്റ് ആയിട്ട് വോൺ ചെയ്തത്, യുനെസ്കോ പീസ് പ്രൈസ് വോൺ ചെയ്ത്. പരിസ്ഥിതി, ദെൻ
എന്താണ് പരിസ്ഥിതി നോബൽ എന്നറിയപ്പെടുന്നത് ഗോൾഡ്മാൻ പുരസ്കാരമാണ്. ഗോൾഡ്മാൻ പുരസ്കാരമാണ് പരിസ്ഥിതി നോബൽ എന്ന് അറിയപ്പെടുന്നത്. ദെൻ ചൈനീസ് നോബൽ എന്നറിയപ്പെടുന്നത് എന്താ കൺഫ്യൂഷ്യസ് അവാർഡ്. കൺഫ്യൂഷ്യസ് അവാർഡാണ് എന്ത് ചൈനീസ് നോബൽ എന്നറിയപ്പെടുന്നത് കൺഫ്യൂഷ്യസ് അവാർഡാണ്. ദെൻ മാജിക്കിന് എന്താണ് മാജിക് നോബൽ എന്നറിയപ്പെടുന്നത് മെർലിൻ പുരസ്കാരമാണ്. മെർലിൻ പ്രൈസ് ആണ് മാജിക്. ദെൻ ടെന്നീസ് എന്താണ് വിംബിൾഡൺ. വിംബിൾഡൺ ടൂർണമെന്റ് ആണ് എന്ത് ടെന്നീസ് നോബൽ എന്ന് അറിയപ്പെടുന്നത്. ദെൻ മാക്സിന്റെ എന്താണ് ആബേൽ പുരസ്കാരമാണ്. ആബേൽ പ്രൈസ് ആണ് മാക്സിന്റെ നോബൽ എന്നറിയപ്പെടുന്നത് ആബേൽ പുരസ്കാരമാണ്. ദെൻ സ്പോർട്സിന്റെ ലാറസ് പ്രൈസ് ആണ് സ്പോർട്സ് നോബൽ എന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ ഇത്രയും ഓർത്ത് വെക്കുക, ഓരോന്നും ചോദിക്കാൻ സാധ്യതയുണ്ട്. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഏഷ്യൻ നോബൽ മാഗ്സസെ അവാർഡ് ഓർത്ത് വെക്കുക, മ്യൂസിക് പോളാർ മ്യൂസിക് പ്രൈസ് ഓർത്ത് വെക്കുക, ഇന്ത്യൻ നോബൽ ഭട്നഗർ ഓർത്ത് വെക്കുക. കേരള ചോദിക്കില്ല, RRBക്ക് ചോദിക്കില്ല, എന്നാലും കേരള PSCക്ക് ചോദിക്കാം. കേരള നോബൽ ഏതാണ്? കേരള നോബൽ കൈരളി അവാർഡാണ്. ഓക്കെ, കൈരളി അവാർഡ്. ഓക്കെ, ജസ്റ്റ് PSC പോയിന്റ് ഓഫ് വ്യൂ മാത്രമാണ് പറയുന്നത്. കേരള നോബൽ എന്നറിയപ്പെടുന്നത് കൈരളി അവാർഡ്. നോബൽ വോൺ ചെയ്ത ഇന്ത്യൻസിനെ നമുക്ക് ഒബ്വിയസ്ലി നമുക്ക് പരിചയപ്പെടേണ്ടതുണ്ട്. അവരാണ് എത്ര ഇന്ത്യക്കാർക്ക് സോഫാർ നോബൽസ് കിട്ടിയിട്ടുണ്ട്? 9 പേർക്കാണ്. ഓക്കെ, 9 പേർക്കാണ് എന്താ നോബല് കിട്ടിയിട്ടുള്ള ഇന്ത്യക്കാർ എന്ന് പറയുന്നത്. അതിൽ ആദ്യമായിട്ട് കിട്ടിയത്, അതായത് ഏഷ്യയിലെ തന്നെ ആദ്യമായിട്ട് നോബൽ കിട്ടുന്നത് 1913 ലിറ്ററേച്ചറിനാണ്. ഓക്കെ, ഏഷ്യയിലെ തന്നെ ആദ്യത്തെ നോബൽ ആർക്കാണ്? രവീന്ദ്രനാഥ് ടാഗോറിനാണ്. എന്തിനാണ്? ലിറ്ററേച്ചറിനാണ്, സാഹിത്യത്തിനാണ്. ഏതായിരുന്നു ബുക്ക്? ഗീതാഞ്ജലി. ഓക്കെ, ഗീതാഞ്ജലി എന്ന് പറയുന്ന ബുക്കിനാണ് 1913 ഏഷ്യയിലെ തന്നെ ആദ്യത്തെ നോബൽ പ്രൈസ് ആയിട്ട് ടാഗോർ വോൺ ചെയ്തത് 1913. ഓക്കെ, ദെൻ നെക്സ്റ്റ് എന്ന് പറയുന്നത് ഫിസിക്സിനാണ്. ഫിസിക്സിന് 1930 CV രാമൻ. എന്താണ് രാമൻ എഫക്റ്റ്? എന്താണ് രാമൻ എഫക്റ്റ്? കടലിന്റെ നീല നിറത്തിന് കാരണം എന്താണ് എന്ന് വിശദീകരിച്ചത് ആരാണ്? നമ്മുടെ CV രാമനാണ്. ആ CV രാമന്റെ രാമൻ എഫക്റ്റിന്റെ ഭാഗമായിട്ടാണ് 1930 CV രാമൻ നോബൽ പ്രൈസ് വോൺ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇന്ത്യയിൽ എന്താ ആദ്യത്തെ ശാസ്ത്രജ്ഞൻ ആരാണ് എന്നൊരു ചോദ്യമുണ്ട്. അതായത് നോബൽ പ്രൈസ് വോൺ ചെയ്ത ഇന്ത്യക്കാരനായ ആദ്യത്തെ ശാസ്ത്രജ്ഞൻ ആരാണ് എന്നുള്ള ഒരു ചോദ്യമുണ്ട്. അത് CV രാമനാണ്. രണ്ടാമത്തെ ഒരു ചോദ്യം CV രാമനെ റിലേറ്റ് ചെയ്തിട്ട് ഭാരതരത്ന പ്ലസ് നോബൽ കിട്ടിയ ആദ്യത്തെ ഇന്ത്യക്കാരൻ ആരാണ് എന്നുള്ളൊരു ചോദ്യം കൂടിയുണ്ട്. അതും ഒബ്വിയസ്ലി CV രാമനാണ് ആദ്യമായിട്ട് ഭാരതരത്നയും നമ്മളുടെ നോബൽ പ്രൈസ് വോൺ ചെയ്യുന്ന ആദ്യത്തെ ഇന്ത്യക്കാരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് CV രാമനാണ്. ദെൻ 1968 ഹർഗോവിന്ദ് ഖുറാനക്കാണ് മെഡിസിൻ. എന്താണ് ഹർഗോവിന്ദ് ഖുറാനയുടെ റിസർച്ച് ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്രിമ ജീനാണ്. ഓക്കെ, കൃത്രിമ ജീൻ കണ്ടെത്തിയതിനാണ് ഹർഗോവിന്ദ് ഖുറാനക്ക് 1968 നോബൽ പ്രൈസ് ലഭിക്കുന്നത്. ദെൻ 1979 പീസിന് ആർക്കാണ്? മദർ തെരേസക്ക് സമാധാനത്തിനുള്ള നോബൽ കിട്ടിയതെന്നാണ് 1979. അപ്പോൾ ഇവിടെ മറ്റൊരു ചോദ്യമുണ്ട്. നോബൽ പ്രൈസ് പ്ലസ് ഭാരതരത്ന ആൻഡ് മാഗ്സസെ മൂന്നും ലഭിച്ച ആദ്യത്തെ ഇന്ത്യക്കാരി അല്ലെങ്കിൽ ഇന്ത്യക്കാരൻ ആരാണ്? ഇന്ത്യൻ പൗരൻ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? മദർ തെരേസ. 1979 മദർ തെരേസക്ക് നോബൽ പ്രൈസ് കിട്ടുന്നത്. 1980 ഭാരതരത്ന കിട്ടുന്നത്. ഇത് മാറിപ്പോകരുത്, ചോദിച്ചിട്ടുണ്ട്. മദർ തെരേസ നോബൽ പ്രൈസ് വോൺ ചെയ്ത വർഷം ചോദിച്ചിട്ടുണ്ട്. 1979 ഭാരതരത്ന 1980 ഒരു വർഷം കഴിഞ്ഞിട്ടാണ് ഭാരതരത്ന കിട്ടുന്നത്. അപ്പോൾ ഭാരതരത്ന, നോബൽ പ്ലസ് മാഗ്സസെ മൂന്നും കിട്ടിയ ആദ്യ ഇന്ത്യക്കാരി ആരാണ്? മദർ തെരേസയാണ്. ദെൻ 1983 സുബ്രഹ്മണ്യൻ ചന്ദ്രശേഖറിന് വീണ്ടും ഇന്ത്യയിലേക്ക് നോബൽ കൊണ്ടുവരുന്നു. എന്തിനാണ്? ഫിസിക്സ്. ഓക്കെ, ചന്ദ്രശേഖർ ലിമിറ്റ്. ഓക്കെ, ആസ്ട്രോനോട്ടിൻ്റെ ഒക്കെ പഠനം, അതായത് സ്പേസിലുള്ള പഠനത്തിൽ ഒരു അളവാണ് ചന്ദ്രശേഖർ ലിമിറ്റ് എന്ന് പറയുന്നത്. ആ ചന്ദ്രശേഖർ ലിമിറ്റ് എന്നുള്ള ആ ഒരു ടേം കണ്ടെത്തിയതിനാണ് 1983 ഇന്ത്യൻ വംശജനായ സുബ്രഹ്മണ്യൻ ചന്ദ്രശേഖറിന് എന്ത് കിട്ടുന്നത്? നോബൽ പ്രൈസ് കിട്ടുന്നത്. ദെൻ 1998 ആദ്യമായിട്ട് എക്കണോമിക്സിന് ഇന്ത്യയിലേക്ക് ഒരു നോബൽ പ്രൈസ് വരുന്നു. ആരാണ്? അമർത്യ സെന്റെ വെൽഫെയർ എക്കണോമിക്സ്.
വെൽഫെയർ എക്കണോമിക്സ്. വെൽഫെയർ എക്കണോമിക്സ് എന്നുള്ള ഒരു പേപ്പറിനാണ് എന്ത് അമർത്യ സെന്നിന് നോബൽ കിട്ടുന്നത്. അതായത് ബംഗാൾ ക്ഷാമത്തിനെ പറ്റി പഠിച്ചിട്ട് ഒരു പേപ്പർ പ്രസന്റ് ചെയ്തതിനാണ് അമർത്യ സെന്നിന് എന്ത് കിട്ടുന്നത് 1998 എന്ത് കിട്ടുന്നത് നമ്മളുടെ നോബൽ പ്രൈസ് കിട്ടുന്നത്. ദെൻ 2009 വെങ്കിട്ട് രാമകൃഷ്ണൻ ഹി ഈസ് നോട്ട് എ പ്യൂർലി ഇന്ത്യൻ ബട്ട് ഇന്ത്യൻ വംശജനാണ്. ഓക്കെ, വെങ്കിട്ട് രാമകൃഷ്ണനാണ് 2009 എന്ത് കിട്ടുന്നത് നോബൽ പ്രൈസ് കിട്ടുന്നത്. അത് എന്തിനാണ്? ബയോളജിയാണ് അല്ലെങ്കിൽ മെഡിസിൻ ആണ്, നമുക്ക് അത് കെമിസ്ട്രിയിൽ പെടുത്താം. കെമിസ്ട്രിയിൽ സ്ട്രക്ചർ ഓഫ് റൈബോസോം. ഓക്കെ, സ്ട്രക്ചർ ആൻഡ് ഫംഗ്ഷൻ ഓഫ് റൈബോസോം കണ്ടുപിടിച്ചാണ്. റൈബോസോമിന്റെ കോശത്തിലുള്ള റൈബോസോമിന്റെ സ്ട്രക്ചറും ഫംഗ്ഷനും കണ്ടുപിടിച്ചതാണ് എന്ത് വെങ്കിട്ട രാമകൃഷ്ണൻ 2009 എന്ത് വോൺ ചെയ്യുന്നത് നോബൽ പ്രൈസ് വോൺ ചെയ്യുന്നത്. ദെൻ 2014 കൈലാഷ് സത്യാർത്ഥി വീണ്ടും എന്ത് കൊണ്ടുവന്നു? പീസ്, സമാധാനത്തിനുള്ള നോബൽ വീണ്ടും ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്ന ആരാണ്? കൈലാഷ് സത്യാർത്ഥിയാണ്. മലാല യൂസഫ്സായിനോട് ഒന്നിച്ച് വോൺ ചെയ്തതാണ്. മലാല യൂസഫ്സായി പ്ലസ് കൈലാഷ് സത്യാർത്ഥി ഒന്നിച്ചാണ് സമാധാനത്തിനുള്ള നോബൽ കിട്ടുന്നത്. അതായത് ഇതിൽ വേറൊരു ചോദ്യം ചോദിക്കാം, കൈലാഷ് സത്യാർത്ഥിയുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഘടന ഏതാണ് കൈലാഷ് സത്യാർത്ഥിയുടെ സംഘടന? ബച്പൻ ബച്ചാവോ ആന്തോളൻ എന്ന് പറയുന്നതാണ് കൈലാഷ് സത്യാർത്ഥിയുടെ സംഘടന. അപ്പോൾ മറ്റൊരു ചോദ്യം എന്താണ്? നർമ്മദാ ബച്ചാവോ ആന്തോളൻ ആരതാണ്? മേധാ പാട്കർ ആണ്. ഓക്കെ, മാറിപ്പോകരുത്. ദെൻ റീസെൻ്റ് ആയിട്ട് 2019 ആരാണ് ലാസ്റ്റ് ആയിട്ട് വോൺ ചെയ്തത്? അഭിജിത്ത് ബാനർജി. വീണ്ടും എക്കണോമിക്സിനാണ് വീണ്ടും അഭിജിത്ത് ബാനർജി എന്ത് വോൺ ചെയ്യുന്നത്? നോബൽ പ്രൈസ് വോൺ ചെയ്യുന്നത്. അപ്പോൾ ഇത്രയാണ് ടോട്ടൽ ഇന്ത്യൻസ് വോൺ നോബൽ പ്രൈസ്. 9 പേരാണ്. 1913 ടാഗോർ, ദെൻ CV രാമൻ, ഹർഗോവിന്ദ് ഖുറാന, മദർ തെരേസ, സുബ്രഹ്മണ്യൻ ചന്ദ്രശേഖർ, അമർത്യ സെൻ, വെങ്കിട്ട് രാമകൃഷ്ണൻ, കൈലാഷ് സത്യാർത്ഥി ആൻഡ് അഭിജിത്ത് ബാനർജി. ഓക്കെ, ഓർത്ത് വെക്കുക, വർഷങ്ങൾ ഓർത്ത് വെക്കുക. ഇത്തിരി ചോദിക്കാൻ ചാൻസ് ഉള്ളൂ. ഇതിന് പുറത്ത് ചോദ്യങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ല. പിന്നെ ഇതിൽ നെക്സ്റ്റ് ചോദിക്കാൻ ഇല്ല 1-2 പോയിന്റ് എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ നോബൽ വോൺ ചെയ്ത സംഘടന ഏതാണ്? ഏറ്റവും കൂടുതൽ നോബൽ വോൺ ചെയ്ത സംഘടന എന്ന് പറയുന്നത് ഒബ്വിയസ്ലി എന്തായിരിക്കും? റെഡ് ക്രോസ് ആണ്. റെഡ് ക്രോസിനാണ് 3 പ്രാവശ്യമാണ്. റെഡ് ക്രോസ് എത്ര പ്രാവശ്യമാണ്? റെഡ് ക്രോസ് 3 പ്രാവശ്യം എന്ത് നോബല് വോൺ ചെയ്തിട്ടുണ്ട്. ഓക്കെ, റെഡ് ക്രോസ് എത്ര പ്രാവശ്യം? റെഡ് ക്രോസ് തന്നെ വരക്കാം. റെഡ് ക്രോസ് 3 പ്രാവശ്യമാണ് നോബല് വോൺ ചെയ്തിരിക്കുന്നത്. 1917, 1917, ദെൻ 44, 63. ഓക്കെ, 1917, 44, 63. അപ്പോൾ അതിൽ വേറൊരു കാര്യം പറഞ്ഞു, ഈ റെഡ് ക്രോസ് സ്ഥാപിച്ച ഹെൻറി ഡ്യൂനെറ്റിന് ആദ്യത്തെ പീസിന്റെ ഒരു നോബലും കൂടി കിട്ടിയിട്ടുണ്ട്. അത് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. ഓക്കെ, അതേപോലെ മറ്റൊരു ചോദ്യമാണ് ഇതിൽ കണ്ട്, സാഹിത്യത്തിനുള്ള നോബൽ കിട്ടിയ ആദ്യത്തെ പ്രധാനമന്ത്രി. ആദ്യമായിട്ട് സാഹിത്യത്തിന് നോബൽ കിട്ടിയ ഒരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ആരാണ്? വിൻസ്റ്റൺ ചർച്ചിലാണ്. ഓക്കെ, വിൻസ്റ്റൺ ചർച്ചിലിനാണ് ആദ്യമായിട്ട് സാഹിത്യത്തിനുള്ള നോബൽ കിട്ടിയ ഒരു പ്രധാനമന്ത്രി എന്ന് പറയുന്നത്. പിന്നെ മറ്റൊരു ചോദ്യം, നോബൽ പ്ലസ് ഓസ്കാർ നോബലും രണ്ടും ലഭിച്ച വ്യക്തി ആരാണ് എന്ന് ചോദിച്ചിട്ടുണ്ട്. ആരാണ്? നോബൽ പ്ലസ് ഓസ്കാർ. അത് ജോർജ് ബെർണാഡ് ഷാ ആണ്. ജോർജ് ബെർണാഡ് ഷായ്ക്കാണ് ഓസ്കറും നോബലും രണ്ടും ലഭിച്ച വ്യക്തി എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞു എന്താ നോബലും ഭാരതരത്നയും കിട്ടിയത് CV രാമനാണ് എന്നുള്ള കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. പിന്നെ വേറെ സംഘടനകൾ ഇപ്പം നമുക്കറിയാം 2020 ആർക്കാണ് കിട്ടിയത്? സമാധാനത്തിനുള്ള നോബൽ കിട്ടിയത് ഒരു സംഘടനക്കാണ്. എന്താണ്? വേൾഡ് ഫുഡ് WFIക്കാണ് കിട്ടിയത്. അതായത് ഫുഡ് ഓർഗനൈസേഷനാണ് കിട്ടിയത് അല്ലെ, ഇറ്റലി ആസ്ഥാനമായിട്ടുള്ള. അത് നമുക്ക് നെക്സ്റ്റ് കറണ്ട് അഫയേഴ്സ് പറയുമ്പോൾ എന്ന് വെച്ചാൽ അതിൻ്റെ കൂടെ 2020 നോബൽ ഫുള്ള് ഡിസ്കസ് ചെയ്യാണ്ട്, അപ്പോൾ നമുക്ക് പറയാം. പിന്നീട് എന്താ, ആംനസ്റ്റി ഇന്റർനാഷണലിന് കിട്ടിയിട്ടുണ്ട്. ILO ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ ILO എന്ന് പറയുന്ന സംഘടനക്ക് കിട്ടിയിട്ടുണ്ട്. ILO, പിന്നെ ആംനസ്റ്റി കിട്ടിയിട്ടുണ്ട്. പിന്നെ കിട്ടിയ ഒരു സംഘടനയാണ് IIL എന്ന് പറയുന്നത്. ആദ്യമായി കിട്ടിയ സംഘടനയാണ് IIL, ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലോ എന്ന് പറയുന്ന സംഘടനക്കാണ് ആദ്യമായിട്ട് നോബൽ കിട്ടുന്നത് 1904. ഇതൊക്കെ ജസ്റ്റ് അറിഞ്ഞിരിക്കുക, ചോദ്യം ചോദിച്ച് കണ്ടിട്ടില്ല, എന്നാലും ഒരു പോയിന്റ് എന്ന നിലയിൽ പറഞ്ഞു എന്നുള്ളൂ. ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലോ 1904 ആദ്യമായിട്ട് കിട്ടുന്ന സംഘടന. ഏറ്റവും കൂടുതൽ കിട്ടിയത് റെഡ് ക്രോസ് ആണ്.
ആംനസ്റ്റി ഇന്റർനാഷണൽ കിട്ടിയിട്ടുണ്ട്, ILO കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇത്രയാണ്. ഇനി നമുക്ക് നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാനുള്ളത് എന്താണ്? 2020 നോബൽ ആണ്.